അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ മുൻ പ്രസിഡന്റായിട്ടുള്ള ബറാക്ക് ഒബാമ ഒരു പ്രസംഗം നടത്തുന്നു, അതും പെൻസിൽവാനിയയിൽ. അത് അത്ര സുഖകരമല്ലല്ലോ അത്. തീർച്ചയായിട്ടും അല്ല. പക്ഷേ അമേരിക്കയുടെ അവസ്ഥ അതിനേക്കാളും അത്രയും സുഖകരമല്ലാത്തതുകൊണ്ട് ബറാക്ക് ഒബാമ വളരെ മാന്യമായിട്ട് മാത്രം ട്രംപിനെ വിമർശിച്ചിരുന്ന ആളാണ്. വിമർശനം ഉണ്ടായിരുന്നു, പക്ഷേ മാന്യമായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം എല്ലാ പരിധിയും വിട്ടു. അദ്ദേഹം പറയുന്ന കാര്യം അമേരിക്ക അത്യന്തം അപകടത്തിലേക്കാണ് പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ കാര്യം, അമേരിക്കയിലെ ജനാധിപത്യം അദ്ദേഹം തകർത്തു. അമേരിക്കയുടെ ഉജ്ജ്വലമായ പാരമ്പര്യം തകർത്തു. സർവോപരി അമേരിക്കൻ ജനതയെ, നമ്മൾ പറയുമല്ലോ, ജനതയെ വിഭജിക്കുക എന്ന് പറയും. രാജ്യം വിഭജിക്കുന്നതിനേക്കാൾ മാരകമാണ് അമേരിക്കൻ ജനതയെ പലതായിട്ട് വിഭജിക്കുക. ആ 3 മഹാപാപങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇന്നലെ ഒരു പ്രസംഗം, ഇന്നലെയല്ല 17-ാം തീയതിയിലെ പ്രസംഗം ഈ പറഞ്ഞ പോലെ പെൻസിൽവാനിയയിലാണ്. പെൻസിൽവാനിയയിൽ ഒരു വിഖ്യാതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ജെഫേഴ്സൺ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. അതായത് ജെഫേഴ്സൺ അറിയാലോ, അമേരിക്കയുടെ പഴയ പ്രസിഡന്റാണ്. അമേരിക്കയുടെ ഒരു മര്യാദ എന്ന് വെച്ചാൽ എല്ലാ മുൻ പ്രസിഡന്റുമാരെ, ഇതുവരെ അവിടെ 11-13 പ്രസിഡന്റുമാരെ, അപ്പോൾ എല്ലാ പ്രസിഡന്റുമാരുടെയും പേരിൽ ലോകപ്രസിദ്ധമായ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യക്ക് അമ്മാതിരി മര്യാദകളൊന്നുമില്ല. പക്ഷേ അമേരിക്കയിൽ അറിയാലോ. ഇപ്പോൾ ജെഫേഴ്സൺ അവിടുത്തെ 3ാമത്തെ പ്രസിഡന്റ്. 1ാമത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ, 2ാമത്തേത് ജോൺ ആഡംസ്, 2ാമത്തേത്. 3ാമത്തെ പ്രസിഡന്റാണ് ഇദ്ദേഹം, തോമസ് ജെഫേഴ്സൺ 1801 പ്രസിഡൻ്റായത്. അതിൻ്റെ കാരണം അറിയാലോ. അപ്പോൾ അതിന് മുമ്പ് 2 പ്രസിഡന്റുമാരുണ്ടായി. അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് വരുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന അതേ കൊല്ലാണ്, 1789. അന്നാണ് ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റ് ആകുന്നത്. പിന്നെ 8 കൊല്ലം കഴിഞ്ഞിട്ട് മറ്റേ ആൾ ആഡംസ് വരുന്നു. അപ്പോൾ 3ാമത്തെ പ്രസിഡന്റാണ് ജെഫേഴ്സൻ്റെ പേരിൽ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ജെഫേഴ്സൺ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അവിടെ നടന്ന ഒരു അന്താരാഷ്ട്ര സെമിനാർ, ഗ്ലോബൽ സമ്മിറ്റ് 2025, അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് ബറാക്ക് ഒബാമയാണ്. ബറാക്ക് ഒബാമ നടത്തിയ ഉദ്ഘാടന പ്രസംഗം ഞെട്ടിക്കുന്നതാണ്. സാധാരണഗതിയിൽ അവിടെ അക്കാഡമിക് ആയിട്ടുള്ള സ്പീച്ച് നടത്തിയാൽ മതി. പക്ഷേ ഇന്നലെ അദ്ദേഹം വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു. അമേരിക്കയുടെ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഷയം പറയേണ്ടി വരുന്നത്. ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ എങ്ങനെ അപായപ്പെടുത്തുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഡൊണാൾഡ് ട്രംപിന് ഒട്ടുമില്ലാത്തത് പ്രതിപക്ഷ ബഹുമാനമാണ്. അത് അമേരിക്കയുടെ വലിയ കൾച്ചറാണ്. എതിരാളികളെക്കുറിച്ച് പറയുമ്പോഴും റെസ്പെക്റ്റഡ്, മിസ്റ്റർ എന്നൊക്കെ പറയുന്നൊരു കൾച്ചർ ഉണ്ടല്ലോ, ജെന്റിൽമാൻ എന്നൊക്കെ പറയുന്ന കൾച്ചറിന് പകരം രാഷ്ട്രീയ എതിരാളികളെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി വെർമിൻ എന്ന് വിളിച്ചത്, നമ്മൾ പറയുമല്ലോ ഇവിടെ പലരെക്കുറിച്ചും പരനാറി എന്ന് വിളിക്കുന്ന ഒരു കൾച്ചർ പറയില്ല, അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ കീടങ്ങളെ എന്ന് വിളിക്കുക, വെർമിൻ എന്ന് വിളിക്കുക. അത് ലോകത്തിൽ തന്നെ ഇല്ലാത്ത മാതൃകയാണ്, അമേരിക്കയിൽ ഒട്ടും ഇല്ലാത്ത മാതൃകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇത്രയും അതിശയപരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം അമേരിക്കയുടേതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത്, ഈ ഫെഡറൽ ഏജൻസികൾ, അമേരിക്കയുടെ സ്വഭാവം അറിയാലോ, എല്ലാ സ്റ്റേറ്റുകളും വേറെ വേറെ ഭരണകൂടങ്ങളാണ്. എന്നാൽ പോലീസ്, നാഷണൽ ഗാർഡ് എന്ന് പറയുന്നത് പട്ടാളമാണ്. ഈ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പലപ്പോഴും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും ട്രംപിനെതിരെയുള്ള പ്രകടനങ്ങൾ പോലും പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. അവിടെ ട്രംപ് ചെയ്യുന്ന പണി ആ ഗവൺമെൻറ്റുകളോട് അത് നിയന്ത്രിക്കണം എന്ന് പറയല്ലാതെ അവിടുത്തെ പോലീസിനോട് നിയന്ത്രിക്കാൻ അവസരം കൊടുക്കുന്നതിന് പകരം അവിടെയൊക്കെ കൊണ്ടുപോയി നാഷണൽ ഗാർഡിനെ ഇറക്കുകയാണ്. പട്ടാളത്തെ ഇറക്കിയിട്ട് ഫെഡറൽ സംവിധാനത്തെ തകർക്കുക, ഫെഡറൽ സംവിധാനങ്ങളുടെ അധികാരത്തെ പരസ്യമായി ചോദ്യം ചെയ്യുക. ഇത് അമേരിക്കയെ അപകടത്തിലാക്കും എന്നാണ് ഒബാമ പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിൽ അടുത്ത കാലത്ത് നടന്ന 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അത് രണ്ടും വളരെ പ്രധാനമാണ്. അതിലൊന്ന് ഓർമ്മയുണ്ടോന്ന്, കഴിഞ്ഞ ജൂലൈ ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഈ 2 പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ. 2 കൊലപാതകങ്ങളും ഏതെങ്കിലും ക്രിമിനലുകളെ അല്ല കൊന്നത്, പ്രമുഖരായ രാഷ്ട്രീയമായി നല്ല മേൽവിലാസമുള്ള നേതാക്കന്മാരെയാണ്, നല്ല സ്വാധീനമുള്ള അനുയായികളുള്ള നേതാക്കളെയാണ് കൊല്ലുന്നത്. ഒന്ന് മിനസോട്ടയിലാണ്. മിനസോട്ടയിൽ ഒബാമയുടെ അതേ പാർട്ടിയുടെ നേതാവ്, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് മെലിസ ഹോട്ട്മാൻ എന്ന് പറയുന്ന ലേഡി, അവരവിടെ എല്ലാ സ്വാധീനമുള്ള ഹോട്ട്മാൻ. ആ കൊലപാതകം ജൂലൈയിൽ വലിയ വാർത്തയായിരുന്നു. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അവിടുത്തെ സ്പീക്കറായിരുന്നു, അവരുടെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനിതാ നേതാവായിരുന്നു. അവർക്ക് ഈ കഴിഞ്ഞ ജൂൺ 14-ാം തീയതിയാണ് അവരും അവരുടെ ഭർത്താവിനെയും, മാർക്ക് ഹോട്ട്മാൻ എന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര്, ഇവരുടെ പേര് മെലിസ ഹോട്ട്മാൻ, ഇവർ അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്, അതും ഡെമോക്രാറ്റിക് നേതാവാണ്, ട്രംപിൻ്റെ എതിർകക്ഷിയുടെ വലിയ നേതാവാണ്. എന്നാൽ ആ ഫെഡറൽ അവിടെ ആ സ്റ്റേറ്റിൽ വലിയ സ്വാധീനമുള്ളയാളാണ്. അവരുടെ വീട്ടിൽ കയറിയാണ് ഒരു അക്രമി കൊലയാളിയെ വിട്ട് കൊന്നത്. കൊലയാളിയുടെ പേര് വാൻസ് ബോട്ടർ എന്നാണ്. വാൻസ് ബോട്ടർ അയാളെ പിടിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത്, എനിക്ക് രാഷ്ട്രീയമായി കിട്ടിയ ഉത്തേജനം കൊണ്ട് കൊന്നു എന്നാണ്. ആര് കൊടുത്തു ഉത്തേജനം എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. എന്തായാലും മിനസോട്ടയിലെ മെലിസയുടെ കൊലപാതകം അമേരിക്കക്ക് മറക്കാനാവില്ല എന്ന് ഇന്നലെ ഒബാമ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ, അത് ജൂൺ 14-നാണ്.
അത് ജൂൺ 14 കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 6, 3 മാസം തികയുന്നതിന് മുമ്പ് അടുത്ത കൊലപാതകം. ആ കൊലപാതകമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ചാർലി കിർക്കിൻ്റെ, കഴിഞ്ഞ സെപ്റ്റംബർ 6 നടന്നുള്ള കിർക്കിൻ്റെ കൊലപാതകം. അത് ഈ പറഞ്ഞ യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരു അമേരിക്ക കംബാക്ക് എന്ന് പറയുന്നൊരു പരിപാടിയിൽ വെച്ചാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഇത് രണ്ടുമല്ല, റിപ്പബ്ലിക്കനും അല്ല ഡെമോക്രാറ്റും അല്ല, ഒരു മൂന്നാം കക്ഷിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ NGOയുടെ നേതാവാണ്, ഒരു മൂന്നാം കക്ഷിയാണ് എന്നൊക്കെ. ഇപ്പോൾ എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ആ സ്പീച്ചിൽ രണ്ടു കൂട്ടരെ എതിർക്കും. അതെ, പക്ഷേ എതിർക്കാനുള്ള അവകാശം ഉണ്ടല്ലോ രാജ്യത്ത്, അതല്ലേ ജനാധിപത്യം. പക്ഷേ അവിടെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 10 ലക്ഷത്തോളം അനുയായികളുള്ള ഈ മനുഷ്യൻ, ഈ ചാർലി കിർക്ക്, 1 ലക്ഷത്തോളം ആളുകളുള്ള ഒരു മഹാസമ്മേളനത്തിൽ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കൊന്നയാളുടെ പേര് ടെയ്ലർ റോബിൻസൺ എന്നാണ്, നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ടെയ്ലർ റോബിൻസണും പറഞ്ഞത് ഇത്തരക്കാരെ വകവരുത്താനുള്ള രാഷ്ട്രീയ ആവേശം കിട്ടിയിരിക്കുന്നു. എവിടുന്ന് കിട്ടി? അതൊക്കെയാണുള്ള പ്രശ്നം. അങ്ങനെ അമേരിക്കൻ പൗരന്മാരുടെ സിരകളിൽ അക്രമത്തിൻ്റെ ബീജം വിതക്കുകയാണ്, അല്ലെങ്കിൽ കുത്തിവെക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ഇത് രാജ്യത്തെ വലിയ അപായത്തിലേക്ക്, അക്രമികൾ എതിരാളികളെ ഉടനെ വെടിവെച്ച് വീട്ടിൽ കയറി ആക്രമിച്ച് കൊല്ലുക എന്നൊരു നയം അമേരിക്കയുടെ നയമല്ല, സംസ്കാരമല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന് അദ്ദേഹം പറഞ്ഞത്, ട്രംപാണ് അമേരിക്കയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയത് ആണല്ലോ. അത് നമ്മൾ വേറെ എക്സാമ്പിൾ വേണ്ടല്ലോ, ഇന്ത്യക്ക് ഇഷ്ടം പോലെ. വ്യാപാര ബന്ധങ്ങളിൽ അട്ടിമറിക്കുക, ദീർഘകാലത്തേക്ക് ഉണ്ടാക്കിയ വ്യാപാര ബന്ധങ്ങൾ കരാറ് അട്ടിമറിക്കുക, താരിഫ് കൂട്ടുക, ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ അട്ടിമറിക്കുക. അതുകൊണ്ട് വ്യാപാര ബന്ധങ്ങൾ തകർത്തു. നാറ്റോ സഖ്യം, 32 അംഗരാജ്യങ്ങളുള്ള നാറ്റോ സഖ്യത്തിൽ ഇന്നൊരൊറ്റ രാജ്യത്തിനും അമേരിക്കയെ വിശ്വാസമില്ല. അമേരിക്കയ്ക്ക് ഒരു പ്രതിസന്ധി വന്നാൽ, നാറ്റോ സഖ്യം അതാണല്ലോ, അംഗരാജ്യങ്ങളിൽ ഒന്നിനൊരു പ്രതിസന്ധി വന്നാൽ ബാക്കിയുള്ളവരൊക്കെ വന്നോളണമെന്നാ. ഇന്നിപ്പോൾ അമേരിക്ക വിളിച്ചാൽ നാറ്റോ സഖ്യത്തിൽ ഒരാൾ പോലും വരാത്ത വിധം അന്താരാഷ്ട്ര ബന്ധങ്ങൾ വഷളാക്കി. അതാണ്. അതുകൊണ്ട് ഒബാമയുടെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അമേരിക്കൻ ജനാധിപത്യം സംരക്ഷിക്കാൻ 2 കാര്യങ്ങൾ വേണം. എല്ലാ കാലത്തും അതുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലാതെ പോകുന്നുണ്ട്. ഒന്ന്, രാഷ്ട്രീയ നേതാക്കൾ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിക്കണം. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ നേതാക്കൾ വഴിവിട്ടു പോകുമ്പോൾ അവരെ നിലക്ക് നിർത്താനുള്ള ജാഗ്രത ജനങ്ങളും കാണിക്കണം. നേതാക്കളുടെ സൂക്ഷ്മതയും ജനങ്ങളുടെ ജാഗ്രതയും ചേർന്നതാണ് അമേരിക്ക. ജനങ്ങളുടെ ജാഗ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് രണ്ടും ഒരേ സമയം നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒബാമയുടെ പ്രസംഗം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? ഡയലോഗിലൂടെയാണ്, ഡിബേറ്റ്സിലൂടെയാണ്. അങ്ങനെയുള്ള അമേരിക്കയുടെ പാരമ്പര്യം. തെരഞ്ഞെടുപ്പ് പോലും ഡിബേറ്റ്സ് ആണ് അവിടെ. ദീർഘമായ ആശയ സംവാദത്തിലൂടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് പോലും ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെയാണ്. ആ സംസ്കാരമാണ് നശിപ്പിച്ചത്. അക്രമവും ഭിന്നതയുമാണ് ട്രംപിൻ്റെ മാർഗം. അത് അപായപ്പെടുത്തുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയുമാണ്. അക്രമവും ഭിന്നതയും ചേർന്ന് സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും അപായപ്പെടുത്തുന്ന ഈ ട്രംപിനെ അമേരിക്ക എത്ര കാലം സഹിക്കണം എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ആ അവസാനത്തെ ചോദ്യത്തിലൊരു മുനയുണ്ട്. ട്രംപ് കാലാവധി പൂർത്തിയാക്കുമോ? ട്രംപിനെ കാലാവധി പൂർത്തിയാക്കാൻ അമേരിക്കൻ ജനാധിപത്യം അനുവദിക്കുമോ? ഇംപീച്ച്മെൻ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വരുമോ? ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. ഇന്നലത്തെ ബറാക്ക് ഒബാമയുടെ പ്രസംഗം. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ചോദ്യങ്ങളല്ല. ലോകത്തിൽ അമേരിക്കയുടെ ഭാവിയിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അമേരിക്കയുമായി വ്യാപാര ബന്ധങ്ങളുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനാധിപത്യവാദികളുടെയും കൂടി ചോദ്യമാണ് ഒബാമ ചോദിച്ചിരിക്കുന്നത്. ഒബാമയ്ക്ക് എന്താ പറയുക, സ്റ്റാൻഡിങ് അപ്ലോസ് അല്ലേ? സ്റ്റാൻഡിങ് അപ്ലോസ് കൊടുത്തുകൊണ്ടാണ് ലോകം ഇന്നലെ ആ പ്രസംഗം കേട്ടത്. നമ്മുടെ ഇന്ത്യയിലെ മിൻറ്റ് യൂട്യൂബ് ചാനൽ അറിയാലോ. ഈ മിൻറ്റ് യൂട്യൂബ് ചാനലാണ് അത് ഇന്ത്യക്കാരിലേക്ക് എത്തിച്ചത്. ലൈവായിട്ട് തന്നെ ഇന്ത്യ അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. തീർച്ചയായിട്ടും നമുക്ക് ഒബാമയുടെ പ്രസംഗം കേട്ട എല്ലാവരും ചിന്തിക്കട്ടെ, അമേരിക്കയുടെ ഭാവി അവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.